2005 മയൂകം എന്ന ചിത്രത്തിലൂടെ ഒരു പെൺകുട്ടി മലയാള സിനിമയിലേക്ക് നടന്നു വന്നു. വലിയ കണ്ണുകളും അതിലേറെ വലിയ സ്വപ്നങ്ങളുമുള്ള മമത. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ പാട്ടായിരുന്നു അവളുടെ പ്രാണൻ. പക്ഷെ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊരു തിരക്കഥയായിരുന്നു. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 2009 വെറും 24 വയസ്സിൽ മമതയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. മമതയുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, ക്യാൻസർ എന്റെ ശരീരത്തെ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞില്ല. പകരം ഇതിനെ എങ്ങനെ നേരിടണമെന്ന് മാത്രമാണ് ചിന്തിച്ചത്. രോഗം അവളെ തളർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. കീമോതെറാപ്പിയുടെ വേദനയ്ക്കിടയിലും അവൾ കഥ തുടരുന്നു എന്ന സിനിമയിൽ അഭിനയിച്ചു. മുടി കൊഴിഞ്ഞു പോയപ്പോഴും വിഗ് ധരിച്ച് അവൾ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു. 2013 രോഗം വീണ്ടും തിരിച്ചെത്തി. ഒപ്പം വ്യക്തിജീവിതത്തിലെ തകർച്ചകളും. പക്ഷെ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായില്ലായിരുന്നു. അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് പോയി നടത്തിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മമത നേരിടുന്നത് വിറ്റ്ലിഗോ അഥവാ തൊലിപ്പുറത്തെ വെളുത്ത പാടുകൾ വരുന്ന അവസ്ഥയാണ്. 2023 2024 തന്റെ മാറ്റങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി അവൾ മാതൃകയായി. 2026 എത്തുമ്പോൾ മമത വെറും ഒരു നടിയല്ല, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. മമത മോഹൻദാസ് പ്രൊഡക്ഷൻ വഴി പുതിയ പ്രതിഭകളെ അവൾ വളർത്തുന്നു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും താൻ ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആണെന്ന് അവൾ തെളിയിച്ചു. നിങ്ങളുടെ ശരീരം നിങ്ങളെ ചതിച്ചേക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കരുത്. ഓരോ തടസ്സവും അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് അവർ പിന്നീട് പറഞ്ഞു. ഇന്ന് 2026 മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുള്ള സ്ത്രീ രൂപമായി മമത മോഹൻദാസ് നിൽക്കുന്നു. ക്യാൻസറിനെയും വിറ്റുലികയെയും മാനസിക വിഷമങ്ങളെയും അവൾ അതിജീവിച്ചു. മരണത്തിന്റെ നിഴലിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ മമതയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഒന്നേ ഉള്ളൂ: ജീവിതം എത്ര കഠിനമായാലും പോരാട്ടം നിർത്തരുത്. മമതയുടെ ഈ അത്ഭുതകരമായ ജീവിതകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.